ഇവിടെ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ ഉൾപ്പെടെ പറഞ്ഞ വാക്കുകളുണ്ട്. അതായത് ഇത് പാർക്കിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലമാണെന്നാണ് പറയുന്നത്. പാർക്കിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്ത് എങ്ങനെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രം വരുന്നതാണ് ഇവരുടെ ചോദ്യം. ആ പ്രസ്താവനയെ തള്ളിപ്പറയാനോ ആ ആൾക്കെതിരെ നടപടിയെടുക്കാനോ MLA കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വമോ തയ്യാറായിട്ടില്ല. പരസ്യമായി MLA ഉൾപ്പെടെയുള്ള ആളുകൾ മാപ്പ് പറയുന്നത് വരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാകുന്നു മാത്രമാണ്. പക്ഷേ MLA പറയുന്നത് പദ്ധതിയെ ഒരിക്കലും എതിർക്കുന്നില്ല, ഈ പേര് ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനാണ് എതിർക്കുന്നതെന്നാണ്. പദ്ധതി എതിർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രതിഷേധത്തിന് വന്ന ആളുകൾ പറയേണ്ടതായിട്ടുള്ളത്? ഇത് പാർക്കിന് അനുവദിക്കപ്പെട്ട സ്ഥലമാണെന്ന് എന്തിനാ പറയേണ്ട ആവശ്യമുള്ളത്? അപ്പോൾ ആ പദ്ധതിയോടുള്ള എതിർപ്പ് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവരെ വളരെ നേരത്തെ തന്നെ തിരക്കഥയുണ്ടാക്കി. പക്ഷേ ഇവരുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെ ഫൗൾ പ്ലേ കളിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഗൂഢാലോചന പുറത്തോട്ട് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ മുൻ നഗരസഭാ കൗൺസിലർ മോഹൻ ബാബു ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഇത് പാർക്കിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണെന്നുള്ളത്. പ്രതിഷേധം തുടരാനാണ് അതിശക്തമായി മുന്നോട്ട് പോകും. പാലക്കാട് MLA മാപ്പ് പറയുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.